ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന മാങ്ങയെക്കുറിച്ചാണ്. പ്രമേഹ രോഗവും മാങ്ങയും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേരളത്തിലൊരു തനതായ ഫ്രൂട്ടാണ് മാങ്ങ. മാംഗോസ് എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെയൊക്കെ പാർട്ടാണ്. വൈകുന്നേരങ്ങളിലും ഭക്ഷണത്തിനിടയിലൊക്കെ ആയിട്ട് കഴിക്കാൻ ആളുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആപ്പിള്, പേരയ്ക്ക, പപ്പായ എന്നീ ഫ്രൂട്ട്സിനെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് ഷുഗർ പെട്ടെന്ന് കൂട്ടാൻ സാധിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് മാങ്ങ. മാങ്ങയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി വലിപ്പമുള്ള മാങ്ങയിൽ ഓൾമോസ്റ്റ് 150 കിലോ കാലറീസ് അതിൽ എനർജി ഉണ്ട് നമ്മൾ കഴിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ വളരെയധികം ക്രൂഡ് ഫൈബേഴ്സ് ഉള്ള ഒരു പഴം കൂടിയാണ് മാങ്ങ. ഒരു 30 ഗ്രാമോളം ഫൈബേഴ്സ് അതിൽ തന്നെ ഒരു വലിയ മാങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് അതിൻ്റെ അളവ് കുറച്ച്, പലപ്പോഴും മേജർ ഫുഡിൻ്റെ അടുത്തല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണവും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ഇടയിലൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ പോർഷൻ നന്നായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ചോറോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മാങ്ങ കഴിക്കുന്നൊരു ശീലം എല്ലാവർക്കും ഉണ്ട്, ഒരു മധുരം കഴിക്കുന്ന പോലെ. അത് തീരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യാൻ കാരണമാവും. ഇങ്ങനെ ഷുഗർ സ്പൈക്ക് ചെയ്യുന്നത് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നതിനും കാരണമാവും. അപ്പോൾ ഒരു ഇടഭക്ഷണം എന്ന നിലയിൽ പോർഷൻ സൈസ് കുറച്ച് നമുക്ക് മാങ്ങ എടുക്കാൻ പറ്റും. പിന്നെ മാംഗോ സ്മൂത്തി, മാംഗോ ജ്യൂസ് തുടങ്ങിയൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാംഗോസിലുള്ള ഫൈബേഴ്സ് പൂർണ്ണമായും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ റോ മാംഗോസ് ആയിട്ട് അല്ലെങ്കിൽ മാംഗോസ് കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ജ്യൂസായിട്ട് ഡയബറ്റിക് രോഗികൾ കഴിക്കരുത്. അപ്പോൾ ബി എ സ്മാർട്ട് ഡയബറ്റിക് ആൻഡ് ഹാവ് മാംഗോസ്. താങ്ക് യു. Stay healthy. Follow for more.